2 റൗണ്ട്സ്. ഇതറിയാതെ നിങ്ങൾ നീറ്റ് എക്സാം എഴുതരുത്. അഥവാ നിങ്ങൾ ഒരു നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട എക്സാം എഴുതുന്ന സമയത്തുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഏത് എക്സാമിലും, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, ടൈം ബൗണ്ടഡ് ആയിട്ട് നമുക്ക് കൃത്യമായി ടൈം ഫോളോ ചെയ്യേണ്ട ഒരു എക്സാമിൽ എവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈവൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്താണ് 2 റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു എക്സാമിൽ 3 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 3 ടൈപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അഥവാ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അറിയാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻഡ് ഫെമിലിയർ ക്വസ്റ്റ്യൻസ്. നമുക്ക് അറിയാവുന്ന റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള, കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ആൻസർ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കാറ്റഗറി ലെങ്തി ആൻഡ് ഫെമിലിയർ ക്വസ്റ്റ്യൻസ്. നമുക്ക് അറിയാവുന്ന, നമുക്ക് കണ്ടു പരിചയമുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തത് അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ്, നമുക്ക് ഫെമിലിയർ അല്ലാത്ത ക്വസ്റ്റ്യൻസ്, നമുക്ക് കണ്ടു പരിചയമില്ലാത്ത, നമുക്ക് കണ്ടിട്ട് മനസ്സിലാവാത്ത, അറിയാത്ത ക്വസ്റ്റ്യൻസ്. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 3 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏതൊരു എക്സാമിലും, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിലും ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് എക്സാമിലും അങ്ങനെ തന്നെയാണ്. കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഈ ഫെമിലിയർ ക്വസ്റ്റ്യൻസ് ലെങ്തി ആണോ ഷോർട്ട് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും എക്സാമിൻ്റെ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ പാനിക് ആവാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് റഷ് ഫീൽ ചെയ്യാണ്ട്, അയ്യോ സമയം പോയി എന്ന് തോന്നാറുണ്ട്. അതിന് പലപ്പോഴുള്ള കാരണം എന്ന് പറയുന്നത് ഈ ലെങ്തി ആൻഡ് ഫെമിലിയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും ആദ്യം തന്നെ. അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ലെങ്തി ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റെപ്സ് ഒക്കെ കവർ ചെയ്ത് 2-3 മിനിറ്റോളം നമ്മൾ സ്പെൻഡ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ നീറ്റ് ആണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നുള്ളതാണ് ഓൺ ആൻ ആവറേജ് കണക്ക്. അപ്പോൾ 2-3 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റു ക്വസ്റ്റ്യൻസിന്റെ ടൈമും കൂടെ നമ്മൾ ഇതിന് കൊടുക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാനും സാധിക്കുന്നില്ല. അഥവാ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 3 പോയിന്റിൽ നമ്മൾ ലോക്ക് ആകും. അഥവാ നമ്മൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 3-4 മിനിറ്റ്സ് ഇറ്റ് ഗെറ്റ്സ് വേസ്റ്റഡ്. ആ ടൈം നമുക്ക് നഷ്ടം വരും, നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയതുമില്ല. ഇനി അതല്ല, നമ്മൾ ഇത് ഡ്രോപ്പ് ചെയ്യാതെ വീണ്ടും ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ സിമ്പിൾ ക്വസ്റ്റ്യൻസിനുള്ള സമയം നമ്മൾ ഈ ഒരു സിംഗിൾ ലെങ്തി ക്വസ്റ്റ്യന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇട്ടിട്ട് പോകാനും പറ്റില്ല, എന്നാൽ നമുക്ക് ഇത് ഇട്ടിട്ട് പോവാതിരിക്കാനും പറ്റില്ല എന്ന അവസ്ഥ വരും. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇതിന്റെ ആൻസർ ഇട്ട് കിട്ടുന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ 3 കേസുകളിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ കുഴങ്ങുന്ന സമയമാണ് ബേസിക്കലി നമ്മൾ പാനിക് ആവുന്നത്. അയ്യോ സമയം പോയി, അവസാനം നമ്മൾ ഇട്ടിട്ട് പോകുന്നതോടുകൂടി നമുക്ക് റിഗ്രറ്റ് വരും, നമ്മൾ കുറെ സമയം അത് വേസ്റ്റ് ചെയ്തു എന്നുള്ള. ഈ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്, അഥവാ തുടക്കത്തിൽ ഉണ്ടാവരുത്, അല്ലെങ്കിൽ എക്സാമിൽ ത്രൂ ഔട്ട് ഉണ്ടാവരുത്. അതാണ് നമ്മുടെ ആവശ്യം. ഇങ്ങനൊരു സാഹചര്യം സംഭവിക്കാത്തൊരു എക്സാം ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എങ്ങനെ എക്സാം ചെയ്ത് പോകുന്നു, ഒരു ക്വസ്റ്റ്യനിലും എവിടെയും നമ്മൾ സ്റ്റക്ക് ആവുന്നില്ല എങ്കിൽ ആ എക്സാം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു എക്സാം പാറ്റേൺ ഡിസൈൻ ചെയ്തെടുക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാം ടഫ് ആവട്ടെ, എക്സാം സിമ്പിൾ ആവട്ടെ, നമ്മൾ ഒരിക്കലും എവിടെയും കുടുങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല, നമ്മൾ ആകെ ടൈറ്റ് ആകുന്നില്ല. അതിനു വേണ്ടിയുള്ള മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 റൗണ്ടായിട്ട് എക്സാം എഴുതുക. ആദ്യത്തെ റൗണ്ട്, അതാണ് നമ്മൾ 2 റൗണ്ട് അല്ലെങ്കിൽ 2 റൗണ്ട്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ വി അറ്റംപ്റ്റ് ഓൺലി ഷോർട്ട് ആൻഡ് ഫെമിലിയർ ക്വസ്റ്റ്യൻസ്, നമുക്കറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. രണ്ടാമത്തെ റൗണ്ടിൽ അൺഫെമിലിയർ ക്വസ്റ്റ്യൻസും ലെങ്തി ഫെമിലിയർ ക്വസ്റ്റ്യൻസും. നൗ ഓഫ് കോഴ്സ് ഈ സാധനമാണ് നമുക്ക് പണിയാവുന്ന സംഭവം. നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ ഫെമിലിയർ ആണ്, അതുകൊണ്ട് നമ്മൾ അത് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അത് ലെങ്തി ആയതുകൊണ്ട് ഒന്നെങ്കിൽ കുറെ സമയം പോകും, അല്ലെങ്കിൽ നമ്മൾ അതിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ അതിനേക്കാളും ബുദ്ധിമുട്ടായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ്, ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻസ് സെക്കൻഡ് റൗണ്ടിലേക്ക് മാറ്റി വെക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നമുക്ക് പ്രയാസം ഉണ്ടാവുക. അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് ഓബ്വിയസ്ലി നമ്മൾ വട്ടിട്ടിട്ട് മാറ്റി വെക്കും. സിമ്പിൾ ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും. ഈ കാണുന്നത് സെക്കൻഡ് റൗണ്ടിലേക്ക് മാറ്റി വെക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നൗ എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാം? ഹൗ ടു ഐഡന്റിഫൈ ആൻഡ് സെഗ്രിഗേറ്റ് ക്വസ്റ്റ്യൻസ്. എങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന ലെവലുകൾ എങ്ങനെ മനസ്സിലാവും? ഷോർട്ട് ആൻഡ് ഫെമിലിയർ മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് യാതൊരു ധാരണയും കിട്ടുന്നില്ല എങ്കിൽ അത് മാറ്റിവെക്കാൻ പറയാനും പ്രശ്നമില്ല. എന്നാൽ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് സെഗ്രിഗേറ്റ് ചെയ്യേണ്ട ലെങ്തി ഫെമിലിയർ ക്വസ്റ്റ്യൻസ്, അതിന് 3 രീതികൾ ഞാൻ പറയാം. ഒന്ന്, ചിലത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അത് ലെങ്തി ആണ് എന്നുള്ളത്. ബയോളജിയിലൊക്കെ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ എന്ന് ചോദിച്ച ഒരു 5-6 സ്റ്റേറ്റ്മെന്റും പിന്നെ ഒരു ഓപ്ഷൻ 4 ഓപ്ഷൻസ് 1 2 3 4 ആർ കറക്റ്റ്, 2 3 4 5 6 ആർ കറക്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് വായിച്ചെടുത്ത് വരുമ്പോഴേക്ക് സമയമാകും, കണ്ടാൽ മനസ്സിലാകും.
ചിലത് കണ്ടാൽ മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ ഫിസിക്സിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ലെങ്ത്, റേഡിയസ്, യങ്സ് മോഡുലസ്, ഡെൻസിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തെല്ലൊക്കെയോ കുറേ ടേംസും വാല്യൂസും തന്നിട്ടുണ്ടാകും. നമുക്കത് ചെയ്യാൻ അറിയാം, പക്ഷെ നമുക്ക് ഡെഫിനറ്റ്ലി കൃത്യമായിട്ട് അറിയാം, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് ചെയ്തെത്തിക്കാൻ കുറച്ചധികം സമയമെടുക്കും, അഥവാ കുടുങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ വായിച്ചാൽ ചില ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. ചിലത് വായിച്ചാലും മനസ്സിലാവില്ല. ബയോളജിയിലൊക്കെ ഉള്ള ചില ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും, വായിക്കുമ്പോൾ നോ പ്രോബ്ലം, നമുക്ക് അറിയുന്ന ടോപ്പിക് എന്നാണ്. എന്നാൽ അതിൻ്റെ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ്, ഈ ടൈപ്പ് ഓപ്ഷൻസ് ആണ് എങ്കിൽ നമ്മൾ ഇപ്പോൾ വായിച്ച് മെനക്കെടുത്തേണ്ടതില്ല. ഇമ്മാതിരി ഓപ്ഷൻസ് ആണെങ്കിൽ നമ്മൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്. സോ ബൈ റീഡിങ് ഓപ്ഷൻസ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായിട്ട്, അഥവാ ആദ്യം ഒന്നെങ്കിൽ കണ്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഓപ്ഷൻസ് വായിക്കുമ്പോഴെങ്കിലും അതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ സ്റ്റക്ക് ആവാൻ സാധ്യത ഉള്ളതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളത് സെക്കൻഡ് റൗണ്ടിലേക്ക് മാറ്റി വെക്കണം. ഓക്കെ, നൗ ഈ രീതിയിൽ നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ പിന്നെ ഉള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ എവിടെയും സ്റ്റക്ക് ആവുന്നില്ല. സ്റ്റക്കാൻ സാധ്യത തോന്നുന്ന ക്വസ്റ്റ്യൻ പോലും നമ്മൾ മാറ്റി വെക്കുന്നു. അങ്ങനെ നമ്മൾ ഒരറ്റം മുതൽ, നിങ്ങൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആണ് ഓർഡറിൽ ചെയ്യുന്നതെങ്കിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നു. അതിൽ തന്നെ റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുഴുവൻ അറ്റംപ്റ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് റൗണ്ടിൽ 70 ഒരു ടിപ്പിക്കൽ നമ്പറാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. 70 ബയോളജി, 35 കെമിസ്ട്രി, 35 ഫിസിക്സ്. സോ ടോട്ടൽ 140 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ടേക്സ് ഓൺലി, അല്ലെങ്കിൽ നമുക്ക് പറയാം 120 മിനിറ്റ്സ് കൊണ്ട് കഴിയും. കാരണം അത് ഏത് ക്വസ്റ്റ്യൻസ് മാത്രമാണ്? ഫെമിലിയർ ആൻഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. നൗ സെക്കൻഡ് റൗണ്ടിലേക്ക് യു ഹാവ് 60 മിനിറ്റ്സ്. 120 + 60 180 മിനിറ്റ്സ്. 3 hour 20 മിനിറ്റ്സ് ആണ് എക്സാം. ഞാൻ ഒരു കാര്യം കൂടെ അതിലേക്ക് ഓർമ്മിപ്പിക്കട്ടെ. 3 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ കിട്ടണം എന്നില്ല. ഇൻവിജിലേറ്റർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ ലേറ്റ് ആവുകയോ, അതല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ, ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിപാടികൾ അതിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ നിങ്ങളൊരു 3 hour എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. സോ അപ്പോൾ 3 മണിക്കൂറാണ് എക്സാം എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ബാക്കി 1 hour കൊണ്ട് ബയോളജിയിലെ 20, കെമിസ്ട്രി 10 ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഫസ്റ്റ് റൗണ്ട് ഇറ്റ് വിൽ ബി വെരി ഈസി. ഇനി എക്സാം കുറച്ചധികം ടഫ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് റൗണ്ടിലെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടും. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടും. അപ്പോഴും ഫസ്റ്റ് റൗണ്ട് എളുപ്പമായിരിക്കും. എക്സാം കുറച്ച് എളുപ്പമാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ കുറേയും കൂടെ വലുതാവും. സെക്കൻഡ് റൗണ്ടിൽ വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ രീതിയിൽ എക്സാം ടഫ് ആയാലും എക്സാം ഈസി ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എവിടെയും സ്റ്റക്ക് ആവുന്നില്ല. നൗ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ലെങ്തി ആയിട്ടുള്ള ഫെമിലിയർ ക്വസ്റ്റ്യൻസോ അൺഫെമിലിയർ ക്വസ്റ്റ്യൻസോ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരാം. അവിടെ നമ്മൾ പാനിക് ആവേണ്ടതില്ല. ആ സമയം നിങ്ങൾക്ക് സമാധാനത്തിൽ ചെയ്യാം. കാരണം ഫസ്റ്റ് റൗണ്ടോട് കൂടി നമ്മൾ എളുപ്പമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒരു 1-2 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് വേണ്ടി സെക്കൻഡ് റൗണ്ടിൽ എക്സ്ട്രാ എടുത്താലും നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. കാരണം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി ബാക്കിയില്ല. ഇനി രണ്ടാം റൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ വരുന്ന ഈ 20 ബയോളജി, 10 കെമിസ്ട്രി, 10 ഫിസിക്സിൽ അതിൽ തന്നെ കൂട്ടത്തിൽ എളുപ്പമുള്ളത് ഏതാണെന്ന് നമ്മൾ ആദ്യത്തെ വായനയിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൂട്ടത്തിൽ എളുപ്പം ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സെക്കൻഡ് റൗണ്ട് നമ്മൾ റിലാക്സ്ഡ് ആവും. ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനധികം സമയമെടുക്കാതെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും സാധിക്കും. Now ഈ പറയുന്ന പ്രാക്ടീസ്, ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് പ്രാക്ടീസ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഓഫ് 50 അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ ഒരു പേപ്പർ നിങ്ങൾക്ക് കിട്ടി. അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലെങ്തി ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ സ്റ്റക്ക് ആവാൻ പാടില്ല. ഈവൻ നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യൻ തന്നു എന്നിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ലെങ്തി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊരു സ്ഥിരം പ്രാക്ടീസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സാമിൻ്റെ സമയത്തും നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ, കാരണം നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ നോ പ്രോബ്ലം. ഈ രീതിയിലാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി എക്സാം കുറച്ചധികം ടഫാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് റൗണ്ട് ആക്കാം. ഇതിൽ തന്നെ അതിലും ബുദ്ധിമുട്ട് കൂടിയ ക്വസ്റ്റ്യൻസ് മാറ്റിവെക്കാം. ഇതിൽ തന്നെ നമ്മൾ അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് മാറ്റിവെച്ച് ഫെമിലിയർ ലെങ്തി ക്വസ്റ്റ്യൻസ് സെക്കൻഡ് റൗണ്ട് ചെയ്യുക. അപ്പോൾ അത് തേർഡ് റൗണ്ടിലേക്ക് പോകും. ഈ രീതിയിലാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സാം ടഫ് ആവുമ്പോൾ, ചില ക്വസ്റ്റ്യൻസ് തുടക്കത്തിൽ ടഫായി നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ഈ ലെങ്തി ഫെമിലിയർ ക്വസ്റ്റ്യൻസ് മാറ്റി വെക്കണം സെക്കൻഡ് റൗണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊരിക്കലും അറ്റംപ്റ്റ് ചെയ്ത് മാറ്റി വെക്കില്ല. നമ്മൾ കണ്ടപ്പോൾ തന്നെ മാറ്റി വെച്ചു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മാറ്റി വെച്ചു. നമ്മൾ സമയം മെനക്കെടുത്തി കിട്ടാതായപ്പോഴല്ല ഇത് മാറ്റി വെക്കുന്നത്, അതിനെ മുന്നേ നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് അവിടെ ഒന്നും നഷ്ടം വരുന്നില്ല. ആൻഡ് ഫൈനലി ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പിസ്ത കഴിച്ചിട്ടുണ്ടാവുമല്ലോ, പിസ്താഷ്യോസ്.
പിസ്ത കഴിക്കുമ്പോൾ നമ്മളൊരു റാൻഡം ബൗളിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് കുറച്ച് പിസ്ത എടുത്തിട്ട് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്നത് ഏതാണോ അത് മാത്രമാണ്. അല്ലാതെ ആദ്യമേ നമ്മൾ തീരെ പൊളിഞ്ഞു വരാത്ത ഒരു പിസ്ത എടുത്ത് കഴിക്കില്ല. അതേപോലെ അങ്ങനെ ഒരു പിസ്ത വന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കും, എന്നിട്ട് വീണ്ടും നമ്മൾ എടുക്കും. എന്നിട്ട് ആദ്യം ചെയ്ത് കഴിയുന്ന ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻഡ് ഫെമിലിയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ നമുക്ക് എളുപ്പത്തിൽ തന്നെ പൊളിച്ച് കഴിക്കാൻ പറ്റുന്ന പിസ്ത കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ അടുത്ത സെറ്റ് ഏത് കുറേം കൂടെ ബുദ്ധിമുട്ടുള്ള നമ്മൾ നഖം കൊണ്ടൊക്കെ പൊളിച്ചെടുക്കേണ്ടതിലേക്കും അതിനുശേഷം വീണ്ടും തീരെ പൊളിഞ്ഞു കിടക്കാത്ത പിസ്ത കഴിക്കാനും തുടങ്ങും. ആ രീതിയിലാണ് എക്സാം എപ്പോഴും സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സാമിന്റെ സമയത്ത് മാത്രമല്ല, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. സോ ഇതൊരു സ്ഥിരം പ്രാക്ടീസ് ആവും. നമ്മുടെ ഉദ്ദേശം ഫൈനലി 1-2 പോയിന്റ്സ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എക്സാമിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസും ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്കാണ്. നമ്മുടെ ഉദ്ദേശം മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് ഈ രീതിയിലുള്ള സ്ട്രാറ്റജി അഥവാ ഇതൊരു സ്ഥിരം പ്രാക്ടീസ് ആക്കി നിങ്ങൾ മാറ്റുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.